ആരാ അതിന് പെർമിഷൻ കൊടുത്ത ആരാ? ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ പെർമിഷൻ കൊടുക്കുക. അതെന്തോ ഗായത്രി വീട്ടുപേരെന്തോ എവിടെ വീട്ടുപേരെന്തോ കേട്ടോ. നിങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് അവസരം കൊടുത്തത്? ഇത്രയും സമയം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ സംഘാടകർ വിട്ട അദ്ദേഹമാണ് പൈസ തന്ന ആളാണ് ഒന്ന് പറഞ്ഞത് പാടിച്ചോളാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ക്ഷേത്രത്തിൽ ഈ അവസരങ്ങൾ ലഭിക്കുക എന്നത് ഒരു കലാകാരനെ അല്ലെങ്കിൽ കലാകാരിയെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. എന്നാൽ വേദിയിൽ നിൽക്കുമ്പോൾ അധിക്ഷേപിച്ച് ഇറക്കി വിടുക, ഇതിലും വലിയ ഭാഗ്യക്കേടൊന്നും ഒരു കലാപ്രതിഭയ്ക്ക് നേരിടേണ്ടി വരില്ല. നിങ്ങളേവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ആ കലാകാരിയെ ഒരു പടക്കം പൊട്ടുന്ന പോലെ കയ്യടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം ഗായത്രി ഓൺ ദ സ്റ്റേജ്. ഗായത്രിയുടെ അച്ഛനമ്മയും സ്റ്റേജിൽ വിളിക്കുന്നു. പ്രിയപ്പെട്ട അമ്പല കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരെയും വേദിയിൽ വിളിക്കുന്നു. ശ്രീ വൈശാലി പ്രദീപ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും വേദിയിൽ വിളിക്കുന്നു. പ്ലീസ് കം ഓൺ ദ സ്റ്റേജ്. എല്ലാവരെയും വിളിക്കുന്നു. ഒരു പടക്കപ്പെടുന്ന കാരണം അവഹേളിക്കപ്പെട്ടവരോടുള്ള പ്രതിഷേധമായി കലാസമൂഹം ഗായത്രിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കേരളത്തിന് സമർപ്പിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യന്റെ MLA ശ്രീ DK മുരളി ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്ന മഹനീയ ചടങ്ങാണ്. ഈ ഒരു പരിപാടി ഒരുക്കി തന്ന ക്ഷേത്ര സമിതി അംഗങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ എന്നെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും നടത്തിയ വൈശാലി പ്രദീപ് അങ്കിളിനെ എൻ്റെ കൃത്യം നന്ദി ഞാൻ അറിയിക്കുന്നു.